ഫോട്ടോഷോപ്പിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഇമേജിൻ്റെ റെക്ടിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നതിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഫോട്ടോയിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ ഇമേജ് തുറന്നതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രൈറ്റ്നസ്, ലെവല്, കർവ്സ്, എക്സ്പോഷർ ഇങ്ങനെയുള്ള ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു ലെവൽ സെലക്ട് ചെയ്യണം. ലെവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യാനുസരണം ലെവൽ കൊടുക്കുന്നു. ലെവൽ കൊടുക്കുമ്പോൾ ചിത്രത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരികയും ഉണ്ടോ, ആവശ്യമായ മാറ്റങ്ങൾ ആവശ്യാനുസരണം തൃപ്തികരമായ നിലക്ക് സ്വീകരിക്കാം. ഇതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരവസരത്തിൽ നമുക്ക് ഈ ലെവൽ എന്ന ഭാഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ലെവലിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ആ സമയത്ത് നേരിട്ട് സാധ്യമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ്. ഇവിടെ ചിത്രത്തിൻ്റെ ആദ്യ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചിത്രത്തിൽ നേരിട്ട് കൊടുക്കുന്നതിന് പകരം, അതായത് ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നേരിട്ട് കൊടുക്കുന്നതിന് പകരം ലെയർ മെനുവിൽ നിന്നും ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലെവൽ കൊടുക്കാം. ഇവിടെ തീർച്ചയായിട്ടും ലെവലിന് നമുക്ക് പേര് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇനി ഈ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഓപ്ഷനുകളിലൂടെ നമുക്ക് ആവശ്യാനുസരണം നേരത്തെ ചെയ്തതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എത്ര വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കൊടുക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റൊരവസരത്തിൽ നമുക്ക് നീക്കാനും ഇതുവഴി സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചിത്രത്തിൽ നേരിട്ടിട്ട് അപ്ലൈ അല്ല. അതായത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇമേജിലൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നേരിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പുതിയ ലെയർ ഇൻസേർട്ട് ചെയ്ത്, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന പേരിൽ ഒരു ലെയർ ഇൻസേർട്ട് ചെയ്ത് ആ ലെയറിലൂടെയാണ് ചിത്രത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരവസരത്തിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലെയറിനെ നമുക്ക് ആവശ്യാനുസരണം ഒഴിവാക്കുകയും സ്വീകരിക്കുകയും ആവാം. ഇതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിന് താഴെയുള്ള എല്ലാ ചിത്രങ്ങൾക്കും ഇത് ബാധകമാകുമെന്നും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്.